ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ നിങ്ങളെ മുന്നിൽ ഈ വീഡിയോ ആയിട്ട് വന്നിക്കണേ എന്റെ ജീവിതത്തിലെ ഒരു ചെറിയ വിശേഷം പറയാനാണ്. അതൊന്നുമില്ല, കാര്യമായിട്ടുള്ളതൊന്നല്ല, എന്നാലും എനിക്ക് നോമ്പായപ്പോ ഒന്ന് പറയണം എന്ന് തോന്നി. 2019 ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ UAE പോകുന്നത്. അപ്പോ 2019 ഗൾഫിലെത്തി ഞാൻ എത്തിപ്പെട്ടത് ഒരു പാകിസ്ഥാനി റൂമിലാണ്. പാകിസ്ഥാനി റൂം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല റൂമായിരുന്നു, നല്ല അടിപൊളി ഫ്രണ്ട്സും എല്ലാവരും ആയിരുന്നു. അപ്പോ അങ്ങനെ ഒരു നോമ്പുകാലം വന്നെത്തി. ആ നോമ്പിനാണ് ഞാന് റൂഹബ്സ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക സാധനം, ഒരു ഡ്രിങ്ക് ഉണ്ട് എന്ന് അറിയുന്നതും. അങ്ങനെ ഒരു സാധനം UAE പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഫേമസ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പാകിസ്ഥാനികളുടെ ഇടയിൽ വൻ ഫേമസ് ആണ്. അങ്ങനെ എന്റെ റൂംമേറ്റ് ആയ ഞാൻ കശ്മീരിൽ നിന്ന് സ്നേഹത്തോടെ വിളിക്കുമെങ്കിലും അവന്റെ ശരിക്കും പേര് അബ്ദുൾ മജീദ് എന്നാണ്. പിന്നെ ഉസ്മാൻ എന്ന് പറഞ്ഞിട്ടും വേറെ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഇവരാണ് എന്റെ റൂഹബ്സയിലേക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സാധനം ഞാൻ കഴിച്ചു നോക്കി. ഫസ്റ്റത്തെ ട്രെയിൻ എനിക്ക് ഇഷ്ടായില്ല. അയ്യേ, ഞാൻ ഇത് എന്തൊരു സാധനം മാറ്റി വെച്ച്. പിന്നെ പിറ്റേ നോമ്പിനും മിൽക്കും റൂഹബ്സിങ് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഐസും കട്ടൻ ഇത് ഉപയോഗിച്ചിട്ട് ഇവര് ഡ്രിങ്ക് ഉണ്ടാക്കി. ഇത് കുടിച്ച് എനിക്കിത് ഇഷ്ടായി. ഇപ്പൊ നാട്ടിലാണ് കറന്റിൽ ഉള്ളത്. നാട്ടിലെത്തി ഞാൻ ആകെ മിസ് ചെയ്യുന്ന ആ റൂഹബ്സിന്റെ ആ റൂമാണ്. പിന്നെ റൂമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു സിറിയക്കാരുണ്ടായിരുന്നു, ദിയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ദിയ അവന്റെ നാട്ടിലത്തെ ഓരോ കഥകൾ ഇങ്ങനെ ഡെയിലി പറയും. ദിയയുടെ വൈഫ് ഓന്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുത്ത ഒരു ഷീഷയുടെ മെഷീൻ ഉണ്ട് ഓന്റെ അടുത്ത്. അപ്പൊ ഞാനും എന്നും ഈ ഷീഷ എടുക്കുക, നോമ്പറക്കുക, നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഫുഡ് കഴിക്കുക, പിന്നെ ഷീഷ ആയിട്ടിരിക്കും. പിന്നെ ഓന്റെ കഥകളാണ്. ദിയനൊക്കെ ഞാൻ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. ദിയ ഖറാജ എന്നാണ് ഓന്റെ ശരിക്കും പേര്. അങ്ങനെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അവിടെ അബുദാബി മുസഫയിൽ ക്രിക്കറ്റ് കളിക്കും. ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് നേരെ റൂമിൽ വരും. നന്നായിട്ട് കനത്തിൽ തന്നെ ഫുഡ് കഴിക്കും. ഫുഡ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഫുഡ് മറ്റേ അഫ്ഗാനി റൊട്ടി, നിങ്ങൾക്ക് അറിയാലോ. അത് ഒരെണ്ണം കഴിച്ചാൽ പിന്നെ 2 ദിവസത്തിന് ഒന്നും കഴിക്കണ്ട. ആ സാധനം ആദ്യമായിട്ട് കണ്ട ഞാൻ ഇത് എങ്ങനെ കഴിച്ച് തീർക്കുന്നു ആലോചിച്ചിട്ട് കുറെ സങ്കടം ഇട്ടിക്കണേ. പക്ഷെ ഇത് ഈ ഉസ്മാനും മജീദൊക്കെ 3-4 എണ്ണൊക്കെ ഒറ്റയിരിപ്പിലടിക്കും. എനിക്കും ദിയക്കും ഇത് തിന്നാൻ തീരെ പറ്റിയില്ല. പക്ഷെ എനിക്കത് കഴിച്ച് ഞാനത് അതിനോട് പൊരുത്തപ്പെട്ടു. അത് എനിക്ക് ഇഷ്ടമായി. പിന്നെ ഞാൻ തന്നെ പോയി മേടിക്കല്. ഇനി അവരില്ലെങ്കിൽ ഞാൻ തന്നെ പോയി മേടിക്കും, ഞാൻ തന്നെ ഒറ്റക്ക് എടുത്ത് കഴിക്കും. അങ്ങനെ ആയി. പിന്നെ റമദാനെ പറ്റി പറയുമ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മ എന്താ വെച്ചാലേ, നിസ്കരിക്കാൻ പോക്കാണ്. നിസ്കരിക്കാൻ പോകുമ്പോ ബോസ് കേറിയിട്ട് കൈയെട്ടിയാൽ മാത്രമേ ഞങ്ങള് നിസ്കരിക്കാൻ പള്ളിക്ക് കയറുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പിടിച്ച് ഇമാമാക്കും. ഇമാമാക്കിയുള്ള അവസ്ഥ അറിയാലോ. ഞാനൊരു വട്ടം കുടുങ്ങി എന്ന് പറഞ്ഞാ ഫാത്തിഹയില് ഞാൻ തുടങ്ങി. ഫാത്തിഹ വരെ മറന്നുപോയിട്ട് യാസീനിക്ക് എത്തി. യാസീനിന്ന് കുൽഹു അല്ലാഹു എത്തിയിട്ട് അങ്ങനെയൊക്കെയാ ഞാൻ ഒപ്പിച്ച് നിർത്തിയത്. എന്നിട്ട് അന്ന് ഞാൻ നിസ്കരിച്ചിറങ്ങിയിട്ട് ബോസിന്റെ തോളത്തൊന്ന് കൊട്ടി. തോളത്തൊട്ട് നന്നായി ഉണ്ടെന്ന് പറഞ്ഞു. അറബിയിലാണ് പറഞ്ഞെങ്കിലും എനിക്കതിന്റെ അർത്ഥം മനസ്സിലായി. അങ്ങനെ നിസ്കരിക്കാൻ പോകുമ്പോ എപ്പോഴും ബോസ് കേറിയിരിക്കണോ. ബോസ് കേറിയിട്ട് കൈ കെട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങളെല്ലാരും പള്ളി കയറുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഒരു മെയിൻ ഇമാം ഉണ്ടായിരുന്നു, മൊറോക്കോക്കാരൻ യാസീൻ എന്ന് പറഞ്ഞിട്ട്. ഓനാകുമ്പോ ഹാഫിലാണ് കൊണ്ട് എല്ലാ സൂറത്ത് പറഞ്ഞാലും ഓൻ ഓതും. തറാവീഹിനൊക്കെ ഓനെ പിടിച്ച് ഇമാമാക്കും. അതൊക്കെയാണ് എന്റെ ഗൾഫ് റമദാൻ ഓർമ്മകൾ. എന്നാ പിന്നെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.